നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് നെക്സ്റ്റ് ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി അഥവാ NMR സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, അപ്പൊ നമ്മള് NMR സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് സ്പെക്ട്രോസ്കോപ്പി നമ്മളിപ്പോ ഒരു പ്ലാന്റിന്റെ എക്സ്ട്രാക്റ്റിനെ എടുത്തു, അതിനകത്ത് നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം സ്പെസിഫിക് മോളിക്യൂൾസിനെ, അങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് NMR സ്പെക്ട്രോസ്കോപ്പി. നമ്മുടെ അനലിറ്റിക്കൽ ടെക്നിക്കില് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് NMR സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, കാരണം പല മോളിക്യൂൾസിന്റെയും ക്യാരക്ടറൈസേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല മോളിക്യൂൾസിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് സ്പെക്ട്രോസ്കോപ്പി അഥവാ NMR സ്പെക്ട്രോസ്കോപ്പി. നമുക്ക് ആപ്ലിക്കേഷനിൽ ഇത് കുറച്ചുകൂടെ കാണാം. ഓക്കെ, അപ്പം ആക്ച്വലി ഇവിടെ നോക്കുന്നത് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് അറ്റോമിക് ന്യൂക്ലിയ ആണ്. ഇവിടെ നമ്മുടെ ഒരു മോളിക്യൂളിന്റെ ആറ്റത്തിന്റെ ഉള്ളില് അല്ലെ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ ഈ ന്യൂക്ലിയയുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഇൻ കേസ് ഓഫ് NMR വി എന്താണ് അനലൈസ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് അറ്റോമിക് ന്യൂക്ലിയ. മനസ്സിലായോ? മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പം നോക്കിയേ, ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി വാല്യൂബിൾ ഇൻ എലുസിഡേറ്റിംഗ് ദ സ്ട്രക്ചർ. ഞാൻ പറഞ്ഞില്ലേ, സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ ഡൈനാമിക്സ് ഓഫ് ഓർഗാനിക്, വേറെ ചില പ്രോപ്പർട്ടീസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട്, അത് ഓർഗാനിക് ആയാലും അല്ലെങ്കിൽ ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ, അതുപോലെ ബാക്കിയുള്ള ചില ഡൈനാമിക്സ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബയോമോളിക്യൂൾസ്, നമ്മുടെ പ്രോട്ടീൻ, നമ്മളുടെ DNA, ന്യൂക്ലിക് ആസിഡ് ആയിട്ടുള്ള DNA ഒക്കെ നമുക്ക് ഈ NMR യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക, NMR എന്ന് പറഞ്ഞാല് സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഉദാഹരണം, നമ്മൾ പ്രോട്ടീന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാല് പ്രോട്ടീന്റെ സ്ട്രക്ചർ, ഇത് പ്രോട്ടീന് ആപ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ല, എന്നാലും ലെസ് ദാൻ 200 അമിനോ ആസിഡ് ഒക്കെ ഉള്ള ചെറിയ പ്രോട്ടീൻ ഉണ്ടാവുമല്ലോ, ഈ പ്രോട്ടീൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? NMR വെച്ച് അവരുടെ സ്ട്രക്ചർ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ ബയോമോളിക്യൂൾസ് ആയിട്ടുള്ള ഇവയുടെയൊക്കെ സ്ട്രക്ചർ കണ്ടുപിടിക്കാനും, പിന്നെ ഇനോർഗാനിക് ഓർഗാനിക് കോമ്പൗണ്ടുകൾ, പ്ലാന്റ് കോമ്പൗണ്ട്സിന്റെ ഒക്കെ സ്ട്രക്ചർ പറയാനും ഒക്കെ നമുക്ക് NMR വെച്ചിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയേ. ഇൻ കേസ് ഓഫ് NMR, ഇത് കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുക്കുന്നു. കണ്ടോ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുക്കുന്നു. ആർക്കാ കൊടുക്കുന്നത്? ന്യൂക്ലിയസിന് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു. ന്യൂക്ലിയയുടെ സ്പിൻ എന്ന് പറയുന്നത് എന്താവും? ഒന്ന് ഓർഡർ ആവും. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ന്യൂക്ലിയയ്ക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു, അത് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ സ്പിൻ ഒന്ന് ഓർഡേർഡ് ആവും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പൊ ഈ പറയുന്ന ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? നമ്മൾ ന്യൂക്ലിയയ്ക്ക് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ പുറത്തുനിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞപ്പോ നോക്കിയേ, ഈ ന്യൂക്ലിയയ്ക്ക് പല പല ഓറിയന്റേഷൻസ് അവിടെ വരും. ഓക്കെ, കണ്ടോ, ഡിഫറെന്റ് ഓറിയന്റേഷൻസ് അവിടെ വരും. നമുക്ക് ഫിഗറിൽ കാണാം. ഓക്കെ, ന്യൂക്ലിയ ക്യാൻ ഹാവ് ഡിഫറെന്റ് ഓറിയന്റേഷൻ. അതായത് എസ്പെഷ്യലി രണ്ട് സ്റ്റേറ്റിൽ ഇവർക്ക് നിൽക്കാൻ സാധിക്കും. ഒന്ന് ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കാൻ സാധിക്കും. നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിളിൽ ആദ്യം പറഞ്ഞ പോലെ ഒരു എനർജി ഇല്ലാത്ത സ്റ്റേറ്റ് അല്ലെ, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കാൻ സാധിക്കും. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്നു. നമ്മൾ എനർജി കൊടുക്കുന്നു. ഇവിടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചപ്പോ പല ഓറിയന്റേഷൻ വന്ന കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എനർജി കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ മിക്കവാറും ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ റേഡിയോ വേവ്സിനെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റേഡിയോ വേവ്സിനെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റേഡിയോ വേവ്സിനെ ഇവിടെ കൊടുത്തു, എനർജി ആയിട്ട് കൊടുത്തു. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് വരുതാ ഇതുപോലെ എക്സൈറ്റഡ് ആയിട്ട് മാറി, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വന്നു. മനസ്സിലായോ? E1 സ്റ്റേറ്റ് അഥവാ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വന്നു. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പം ന്യൂക്ലിയയ്ക്ക് മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ പല ഓറിയന്റേഷൻ ഉണ്ടാകാം എന്ന് നമ്മൾ പറഞ്ഞു. ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ നമ്മൾ എനർജി കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് രണ്ട് സ്റ്റേറ്റുകളാവാം. ഓക്കെ, എനർജി ഇല്ലാത്ത സമയത്ത് അവർ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുകയും എനർജി അക്വയർ ചെയ്യുന്ന സമയത്ത് അവർ എക്സൈറ്റഡ് ആവുകയും ചെയ്യുന്നു. ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അവർ വരികയും ചെയ്യുന്നു. അപ്പം
ഇവരുടെ ആ ഒരു എനർജി ഗ്യാപ്പിന് അല്ലെ, എന്തുമാത്രം എനർജി കിട്ടിയാലാണോ ഇവർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്, അത്രമാത്രം എനർജി നമുക്ക് കൊടുക്കാൻ കഴിയണം. അത്രയും എനർജി എപ്പോ കിട്ടുന്നോ അന്നേരം അവര് ജമ്പ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഈ ഫിഗറിലോട്ട് നോക്കിക്കോ. നമ്മൾ ആദ്യമേ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തപ്പോ ഇവര് കണ്ടോ ഓറിയന്റേഷൻ മാറിയത് കണ്ടോ? ന്യൂക്ലിയയുടെ ഓറിയന്റേഷൻ മാറിയത് കണ്ടോ? ആരോടെ ഡയറക്ഷൻ നോക്കിക്കേ. ഒന്നുകൂടെ വരും കേട്ടോ, നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചു. അപ്പൊ ഡിഫറെന്റ് ഓറിയന്റേഷൻ ആയത് നോഡേഡ് ആയി. ഓറിയന്റേഷൻ അവര് അലൈൻ ചെയ്തു, ന്യൂക്ലിയർ അലൈൻ ചെയ്തു. ദെൻ നമ്മൾ എനർജി, അപ്പൊ ആദ്യമേ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ എന്നും എസും നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെയാണ് കാണിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഹിയർ. ഇപ്പൊ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇവിടെ കൊടുത്തപ്പോ ഓറിയന്റേഷൻ മാറി. ദെൻ നമ്മൾ ഇവിടെ റേഡിയോ വേവ്സ് ആണ് എനർജി ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, റേഡിയോ വേവ്സ് നമ്മൾ കൊടുക്കുന്നു, എനർജി കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് നോക്കാം. എനർജി കൊടുത്തു. ഓക്കെ, ഇപ്പൊ എനർജി കൊടുത്ത സമയത്ത് എനർജി ഇവിടെ വന്നു. കൊടുത്ത സമയത്ത് ഇവർ ജമ്പ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വന്നു. ഓക്കെ, ഈ താഴത്തോട്ട് വരുന്നത് ആറ്റം തന്നെ തിരിച്ചു വരുവാണ്. എപ്പോഴാ തിരിച്ചു വരുന്നത്? എനർജി റിലീസ് ആവുന്ന സമയത്ത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? എനർജി കൊടുത്തു. ഓക്കെ, എനർജി കൊടുത്തു. ദെൻ എക്സൈറ്റഡ് ആയി, എനർജി റിലീസ് ചെയ്തു, തിരിച്ച് താഴത്തോട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വന്നു. അങ്ങനെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഡിറ്റക്ടർ എന്ത് ചെയ്യുന്നു? ആ റിലീസ് ഡിറ്റക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അവിടെ പീക്ക് കിട്ടുന്നു. സിമിലർ ആണ്, നമ്മൾ ഇത് തന്നെ അപ്പുറത്ത് പഠിച്ചതാ. ഇവിടെ റേഡിയോ വേവ്സിനും മാഗ്നറ്റിക് ഫീൽഡിനും ന്യൂക്ലിയയ്ക്കും ഒക്കെയാണ് എക്സ്ട്രാ അഡീഷണൽ പോയിന്റ്. ബാക്കി ബേസിക് പ്രിൻസിപ്പിൾ സെയിം. ആദ്യം നമ്മൾ പറഞ്ഞ സെയിം സാധനമാണ്. എനർജി റിലീസ് ചെയ്യുന്ന സമയത്ത് അതിനെ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യുന്നു. ദെൻ നമുക്കൊരു പീക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മോളിക്യൂളിനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ നേരത്തെ ലൈബ്രറി ഉണ്ട്, ഓൾറെഡി ഒരു പീക്ക് ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ആ പീക്ക് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കയ്യിലുള്ള അൺനോൺ സാമ്പിള് ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റെഫറൻസ് പീക്ക് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എക്സൈറ്റഡ് ആയി, എനർജി റിലീസ് ചെയ്തു, ആറ്റം താഴത്തോട്ട് വന്നു, റിലീസ് ചെയ്തപ്പോൾ പീക്ക് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ ഈ ഫിഗറിനകത്ത്? അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് എനർജി സോഴ്സ് ഹിയർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി സോഴ്സ് റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. 60 മുതൽ 500 മെഗാ ഹെഡ്സ് വരെ റേഞ്ചുള്ള റേഡിയോ ഫ്രീക്വൻസിയിലുള്ള അല്ലെങ്കിൽ റേഡിയോ വേവ്സിംഗ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കാര്യം നമുക്കറിയാം. B0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഹിയർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഒരു റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റർ ഉപയോഗിക്കുന്നുണ്ട് ഇൻസ്ട്രുമെന്റേഷനിൽ. എന്തിനാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആയിട്ടുള്ള ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ട്രാൻസ്മിറ്റർ, റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ where the condition DE is equal to H nu is referred to as resonance. അതായത് റെസൊണൻസ് എന്ന് പറയുമ്പോൾ എനർജി കിട്ടുമ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യും അല്ലെ, എക്സൈറ്റഡ് ആവും. ആ ഒരു സ്റ്റേറ്റിനെ നമ്മൾ റെസൊണൻസ് എന്ന് വിളിച്ചു. എനർജി അബ്സോർബ് ചെയ്യുന്ന അതിനെ നമ്മൾ റെസൊണൻസ് എന്ന് വിളിച്ചു. ഓക്കെ, അബ്സോർപ്ഷൻ ഓഫ് എനർജി ക്രിയേറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞതാണ് അതൊക്കെ. എന്നിട്ട് എനർജി റിലീസ് ചെയ്യുന്നു, അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നു. ഇതിനെയാണ് നമ്മൾ റിലാക്സേഷൻ എന്ന് പറയുന്നത്. എക്സൈറ്റേഷൻ ആൻഡ് റിലാക്സേഷൻ, റെസൊണൻസ് ആൻഡ് റിലാക്സേഷൻ. ഓക്കെ, അപ്പം ഈ റിലാക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ? ദേ വിൽ റിലീസ് എനർജി അല്ലെ, അബ്സോർബ് ചെയ്ത എനർജിയെ പുറത്തേക്ക് വിടും. ദേ വിൽ എമിറ്റ് റേഡിയേഷൻ. എല്ലാ സ്പെക്ട്രോസ്കോപ്പിയിലും നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്യൂട്ടബിൾ ഡിറ്റക്ടർ ഉപയോഗിച്ചു അല്ലെ. അപ്പം ഇവിടെയും നമുക്കൊരു ഡിറ്റക്ടർ ഉണ്ട്. എക്സാമ്പിൾ നമ്മുടെ ഒരു റേഡിയോ ഫ്രീക്വൻസി റിസീവർ ഉണ്ട്. അപ്പൊ ഈ റിസീവർ എന്ത് ചെയ്യും? ആ എമിറ്റ് ചെയ്ത ആ റേഡിയേഷനെ ഇവര് അബ്സോർബ് ചെയ്യും. ഓക്കെ, റെക്കോർഡ് ചെയ്യും, ഒരു പീക്കായിട്ട് റെക്കോർഡ് ചെയ്യും. നമ്മളിത് കണ്ടു. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇവിടെ ഈത്തൈൻ ആണ് ഈ കാണുന്നത്, ഈത്തൈൻ ആണ്. ഈത്തൈനിൽ 2 കാർബൺ ആറ്റം ഉണ്ട്. നടുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 കാർബൺ ആറ്റം ഇവിടെയുണ്ട്. 6 ഹൈഡ്രജൻസ് ഉണ്ട് അല്ലെ. 1 2 3 4 5 6 ഹൈഡ്രജൻ ആറ്റംസ് ആർ ദെയർ ഓർ 6 പ്രോട്ടോൺസ് ആർ ദെയർ അല്ലെ. ആ 2 കാർബൺ ആറ്റവും 2 കാർബൺ ആറ്റത്തിലും കൂടെ 6 പ്രോട്ടോൺസ് അല്ലെങ്കിൽ 6 ഹൈഡ്രജൻസും കൂടെ ഈ തേനിലുണ്ട്. ഇവിടെ നടുക്ക് നിൽക്കുന്ന 2 കാർബൺ ആറ്റത്തിനും എന്ത് തരാൻ സാധിക്കില്ല? നമ്മളുടെ NMR അല്ലെങ്കിൽ ഈ പറയുന്ന റെസൊണൻസ് അല്ലെങ്കിൽ NMR സിഗ്നൽ തരാനായിട്ട് സാധിക്കില്ല. ഓക്കെ, കാരണം ഇവരുടെ സ്പിൻ ക്വാണ്ടം നമ്പർ എന്താണ്? സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് ഞാൻ പറയാം. ഇവിടുത്തെ സ്പിൻ ക്വാണ്ടം നമ്പർ 0 ആണ്. സ്പിൻ ക്വാണ്ടം നമ്പർ
0 ആണ്. I ഈസ് ഈക്വൽ ടു 0 എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. പക്ഷേ ഒരു ക്രൈറ്റീരിയ നമ്മൾ പറയുന്നേ, NMR നമുക്ക് സിഗ്നൽ തരണമെങ്കിൽ I അല്ലെങ്കിൽ സ്പിൻ ക്വാണ്ടം നമ്പർ ഷുഡ് ബി ഹാഫ് ആണ്. കണ്ടീഷൻ മനസ്സിലായോ? സ്പിൻ ക്വാണ്ടം നമ്പർ ഷുഡ് ബി I ഈസ് ഈക്വൽ ടു I ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ, ഇറ്റ് ഷുഡ് ബി ഹാഫ് ആയിരിക്കണം. ഓക്കെ, അപ്പം ഹൈഡ്രജൻ അല്ലെങ്കിൽ പ്രോട്ടോണിന് NMR സിഗ്നൽ തരാൻ സാധിക്കും. വൈ? ബിക്കോസ് I ഈസ് ഈക്വൽ ടു half in case of proton or I is equal to 1/2 in case of hydrogen അല്ലെങ്കിൽ proton. കാർബണിന്റെ കേസിൽ I is equal to എത്രയാണ്? 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ NMR സിഗ്നൽ തരാനായിട്ട് സാധിക്കില്ല, കാർബണിന് തരാൻ സാധിക്കില്ല. ബട്ട് പ്രോട്ടോൺ ക്യാൻ ഗീവ് NMR സിഗ്നൽ ബിക്കോസ് പ്രോട്ടോണിന്റെ കേസിൽ സ്പിൻ ക്വാണ്ടം നമ്പർ I is equal to 0, സോറി ഹാഫ് ആണ്. I is equal to 1/2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 6 അല്ലെ, ഈത്തൈന്റെ കേസിൽ നമുക്ക് 6 പ്രോട്ടോൺസ് ആണുള്ളത് അല്ലെ, 6 പ്രോട്ടോൺസ് അല്ലെങ്കിൽ 6 ഹൈഡ്രജൻ ആണുള്ളത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്കൊരു സിംഗിൾ പീക്ക് ആയിരിക്കും കിട്ടുക. 6 ഇക്വലന്റ് ന്യൂക്ലിയ ഉള്ളതുകൊണ്ട് നമുക്കൊരു സിംഗിൾ പീക്ക് ഒരൊറ്റ റീജിയനിലായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു NMR സിഗ്നൽ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, കാരണം പ്രോട്ടോൺ ഗീവ് മാഗ്നറ്റിക് എന്നൊക്കെ വെൻ വി അപ്ലൈ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണലി, ആ സിഗ്നൽ തരും നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് റേഡിയോ ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ ദേ വിൽ ഗീവ് സിഗ്നൽ എക്സ്റ്റേണലി ഇൻ കേസ് ഓഫ് പ്രോട്ടോൺ. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് NMR സ്പിൻ ക്വാണ്ടം നമ്പർ ഞാൻ പറയാം കേട്ടോ, കുറച്ചുകൂടെ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ NMRന് വേണ്ട, NMR നമുക്ക് വേണ്ട ക്രൈറ്റീരിയകളാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സ്പിൻ ക്വാണ്ടം നമ്പർ അഥവാ I ഷുഡ് ബി അല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു ഹാഫ് കണ്ടീഷൻ ആയിരിക്കണം. മനസ്സിലായോ? സ്പിൻ ക്വാണ്ടം നമ്പർ I ഈക്വൽ ടു ഹാഫ് ആയിരിക്കണം. രണ്ടാമത്തെ കേസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് അവിടെ കൊടുത്തിരിക്കണം, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മൾ എന്ത് വേണം? വി ഷുഡ് സപ്ലൈ എനർജി ഇൻ ദ ഫോം ഓഫ് EMR, അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മളവിടെ കൊടുത്തു എനർജി കൊടുക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക്. EMR എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇവിടെ റേഡിയോ ഫ്രീക്വൻസി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഗ്യാപ്പ്, എനർജി ഗ്യാപ്പ് ഉണ്ടല്ലോ ഗ്രൗണ്ടിനും എക്സൈറ്റഡിനും ഇടയ്ക്ക്, അപ്പൊ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പാകത്തിനുള്ള ഒരു റേഡിയേഷൻ, ഹിയർ ഇറ്റ് ഈസ് റേഡിയോ വേവ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? 3 കാര്യങ്ങൾ. I ഈക്വൽ ആയിരിക്കണം, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വേണം, അതുപോലെ തന്നെ നമ്മൾ ആ എനർജി ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പാകത്തിനുള്ള എന്താണ് റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇനി പോകുന്നത് ഫസ്റ്റ് ക്രൈറ്റീരിയ അല്ലെ, അതിനകത്ത് പറഞ്ഞ സ്പിൻ ക്വാണ്ടം നമ്പർ എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് മുമ്പ് കുറച്ച് ബേസ് നമുക്ക് നോക്കാം. ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ, നമുക്കൊരു ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് അല്ലെ. ന്യൂക്ലിയസിന്റെ പുറത്ത് ഇലക്ട്രോൺസ് ഓർബിറ്റിൽ കൂടെ സ്പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്പിൻ ചെയ്യുന്ന ന്യൂക്ലിയസിനെ കാണാം, നടുക്ക് ഗ്രീൻ കളറിലും ബ്ലൂ കളറിലും ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും കാണാം. അപ്പൊ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ന്യൂട്രോണും പ്രോട്ടോണും കൂടെ ചേർന്നതാണ്. പിന്നെ ആറ്റം എന്ന് പറയുന്നത് ന്യൂക്ലിയസും ഇലക്ട്രോണും കൂടെ ചേർന്നതാണ്. ക്ലിയർ ആണല്ലോ ആ കൺസെപ്റ്റ്? അപ്പൊ I ക്യാൻ ബി 0, സ്പിൻ ക്വാണ്ടം നമ്പർ 0 ആവാം. കണക്കൊന്നും കണ്ട് പേടിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. I അല്ലെങ്കിൽ സ്പിൻ ക്വാണ്ടം നമ്പർ 0 ആവാം, ഹാഫ് ആവാം, 1 ആവാം, എത്ര വേണമെങ്കിലും ആവാം. അപ്പോ ഇവിടെ ന്യൂട്രോണും പ്രോട്ടോണും ഈക്വൽ ആണെങ്കിൽ I 0 ആയിരിക്കും. നമ്മൾ ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. അപ്പം ഈ ന്യൂട്രോണും പ്രോട്ടോണും ഈക്വൽ ആണെങ്കിൽ എത്രയായിരിക്കും? I ഷുഡ് ബി 0. അപ്പൊ കാർബണിന്റെ കേസ് നോക്കാം. കാർബണിൽ 6 ആണ് അല്ലെ. അപ്പൊ എത്ര കിട്ടി? 12 കിട്ടി. 6 ന്യൂട്രോൺ 6 പ്രോട്ടോൺ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 12 കിട്ടി. അപ്പൊ ഇവിടെ എന്താണ്? I ഈസ് ഈക്വൽ ടു 0. ഓക്സിജന്റെ കേസിൽ 8 ആണ്. 8 ന്യൂട്രോൺ 8 പ്രോട്ടോൺ. സോ I എത്രയായിട്ട് അവിടെ വരും? ഓക്സിജനില് I ഈസ് ഈക്വൽ ടു 0 ആയിട്ട് വരും. അതാണ് ഈവന്റെ കേസ്. രണ്ടും ഈവൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക? I ഈസ് ഈക്വൽ ടു 0. ഇനി രണ്ടും ഓടാണെങ്കിലോ? രണ്ടും ഓടാണെങ്കിൽ 1 വരും അല്ലെ. 7 14. അപ്പൊ എത്ര? അവിടെ 1 ആയിട്ട് വരും. അപ്പം ന്യൂട്രോണും പ്രോട്ടോണും നോക്കിക്കേ, രണ്ടും ഈക്വൽ. ഓടാണെങ്കിലും ഈവൻ ആണെങ്കിലും. ഓടാണെങ്കിൽ 0 വന്നു, സോറി ഓടാണെങ്കിൽ 1 വന്നു, ഈവൻ ആണെങ്കിൽ 0 വന്നു. മനസ്സിലായോ?
ഒരെണ്ണം ഓഡ് നമ്പറും ഒരെണ്ണം ഈവനും ആണെങ്കിൽ അല്ലെ ഐ എത്രയാവും? ഹാഫ് ആവും, 3/2 ആവും, 5/2 ആവും, അങ്ങനെ പോകും. ഓക്കെ, ഒരെണ്ണം ഓടും ഒരെണ്ണം ഈവനും ആണെങ്കിൽ എന്ത് വരും? 1/2, 3/2, 5/2 അങ്ങനെ പോകും. അപ്പം എപ്പോഴാണ് NMR ഇതിലൊന്നും സിഗ്നൽ തരില്ല. നമുക്ക് സിഗ്നൽ തരുന്നത് ഈ കണ്ടീഷൻ മാത്രമാണ്. ഐ ഷുഡ് ബി ഹാഫ്. നമ്മൾ പറഞ്ഞിട്ടില്ല ക്രൈറ്റീരിയ. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ക്രൈറ്റീരിയ പറഞ്ഞേക്കുന്ന സ്പിൻ ക്വാണ്ടം നമ്പർ ഷുഡ് ബി ഹാഫ് എന്നാ പറഞ്ഞത്. നോട്ട് 3/2, നോട്ട് 5/2, നോട്ട് 1, നോട്ട് 0. എപ്പോഴാണ് NMR സിഗ്നൽ തരുന്നത്? വെൻ ഐ ഈസ് ഈക്വൽ ടു ഹാഫ്. ഓക്കെ, മനസ്സിലാവൂല്ലോ. അപ്പോ നമ്മൾ എക്സാമ്പിൾ പറയുവാണ്. ഐ ഹാഫ് ആവുന്നത് ദാ 1 പ്രോട്ടോൺ. നമ്മളുടെ ഹൈഡ്രജന്റെ കേസിൽ ഒരു പ്രോട്ടോണും ഒരു 0 ന്യൂട്രോണുമാണ് അല്ലെ. അപ്പൊ അവിടെ 1 ആണ് അല്ലെ. അപ്പൊ ആ കേസിൽ നമുക്ക് എന്ത് കിട്ടും? ഐ ഈസ് ഈക്വൽ ടു സ്പിൻ ക്വാണ്ടം നമ്പർ ഹാഫ് കിട്ടും. മനസ്സിലായോ? 1ഉം 0യും, 1 പ്രോട്ടോൺ 0 ന്യൂട്രോൺ. ഓക്കെ, അടുത്തത് ഇതാ കാർബണിന്റെ ഒരു ഐസോട്ടോപ്പ് ആണ് കാർബൺ 30. കണ്ടോ? അപ്പൊ അവിടെയും കണ്ടോ, ഇവിടെയും നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് ഐ ഈസ് ഈക്വൽ ടു ഹാഫ് കിട്ടും. ഫ്ലൂറിന്റെ കേസിലും സെയിം ആണ്. ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ, അതായത് ഒരെണ്ണം ഓടും ഒരെണ്ണം ഈവനും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഫ്ലൂറിൻ ഈ പറഞ്ഞ പോലെ NMR സിഗ്നൽ തരും, ഐ ഹാഫ് ആണ്. ദെൻ ഫോസ്ഫറസ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരെണ്ണം ഓടും ഒരെണ്ണം ഈവനും ആണ്. നമുക്ക് അവിടെ എന്ത് കിട്ടും? ഐ ഹാഫ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണം വെച്ച് നമുക്ക് ഐ കണ്ടുപിടിക്കാൻ സാധിക്കും. ഐ ഹാഫ് ആവുന്ന ആൾക്കാരൊക്കെ NMR തരും. ഉദാഹരണം പ്രോട്ടോൺ, കാർബൺ 30 ഐസോട്ടോപ്പ്. ഞാൻ കാർബൺ തരില്ല എന്ന് പറഞ്ഞത് നോർമൽ കാർബൺ ആണ്. ഇത് കാർബൺ 30 ഐസോട്ടോപ്പ് ആണ്. കാർബൺ 30 ഐസോട്ടോപ്പിന് 13 ഐസോട്ടോപ്പിന് എന്ത് തരാൻ സാധിക്കും? NMR സിഗ്നൽ തരാൻ സാധിക്കും. ബിക്കോസ് their ഐ ഈസ് ഈക്വൽ ടു ഹാഫ്. ആൻഡ് ഫ്ലൂറിന്റെ കേസിലും ഫോസ്ഫറസിന്റെ കേസിലും നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ ഐ ഈസ് ഈക്വൽ ടു ഹാഫ് കിട്ടും. കാരണം ഒരെണ്ണം ഹാഫ് എന്താണ് ഓടും ഒരെണ്ണം ഈവനും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വൈ ഐ ഈസ് ഈക്വൽ ടു ഹാഫ്? കാരണം ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് നമ്പർ, അടുത്തൊരു ടേം സ്പിൻ ക്വാണ്ടം നമ്പർ ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം ആണ് മാഗ്നറ്റിക് മൊമെന്റ് നമ്പർ. അതായത് ഒരു ന്യൂക്ലിയയ്ക്ക് 2 അല്ലെ സ്റ്റേറ്റ് ഉണ്ടാവാം, 2 മാഗ്നറ്റിക് ഫീൽഡ് 2 സ്പിൻ സ്റ്റേറ്റ് ഉണ്ടാവാം. ഇതാണ് മാഗ്നറ്റിക് മൊമെന്റ് നമ്പർ എന്ന് പറയുന്നത്. എം എന്ന് പറഞ്ഞാൽ 2 into I plus 1. ഐ എന്ന് പറഞ്ഞാൽ സ്പിൻ ക്വാണ്ടം നമ്പർ +1. 2 into I plus 1 ആണ് എം, മാഗ്നറ്റിക് മൊമെന്റ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഐ 0 ആവുന്ന കണ്ടീഷനിൽ മാഗ്നറ്റിക് മൊമെന്റ് എത്ര സ്റ്റേറ്റ് ഉണ്ടാവും നോക്കിയേ. 2I 0 ആണ്. 2 into I plus 1 അല്ലേ. സോ 2 into I 0 ആണ് അല്ലെ. 2 into 0 plus 1 is equal to 1. ഒരൊറ്റ സ്റ്റേറ്റേ ഇവിടെ ഉള്ളൂ. അപ്പൊ നോക്കി, there is no, എത്ര എനർജി കൊടുത്താലും ഒരൊറ്റ സ്റ്റേറ്റിൽ പോകും. I 0 ആണ്. മാഗ്നറ്റിക് മൊമെന്റ് നമ്പർ is equal to also 0. ഐ ഹാഫ് ആവുന്ന കണ്ടീഷനില് 2 into I plus half അല്ലെ, അങ്ങനെ വരും അല്ലെ. സോറി, 2 into half plus 1. സോറി, തിരിഞ്ഞുപോയി. 2 into half plus 1. ദാ ഇവിടെ നോക്കൂ, 2 into half plus 1. അപ്പൊ എത്ര കിട്ടും? 2 കിട്ടും. ഇപ്പൊ 2 സ്റ്റേറ്റുകൾ ആവാം. നമ്മളിവിടെ എനർജി കൊടുക്കുന്നില്ല, അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ പോയി. നമ്മൾ എനർജി കൊടുക്കുന്ന സമയത്ത് നോക്കിക്കേ, പ്ലസ് ഹാഫും മൈനസ് ഹാഫും 2 സ്റ്റേറ്റുകളാവാം. 2 സ്റ്റേറ്റുകൾ, മൈനസ് ഹാഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റും പ്ലസ് ഹാഫ് എന്ന് പറയുന്ന അങ്ങനെ 2 സ്റ്റേറ്റുകൾ ആവാം. അപ്പൊ ഈ 2 സ്റ്റേറ്റിലുള്ള കേസിലാണ് നമുക്ക് നമ്മൾ പറഞ്ഞില്ലേ, എനർജി കൊടുക്കുമ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്കും എനർജി ഇല്ലാത്തപ്പോ തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കും വരും. അങ്ങനെ 2 സ്റ്റേറ്റുകൾ വരണം, ഒന്ന് പ്ലസ് ഹാഫ് ഒന്ന് മൈനസ് ഹാഫ്. ഇനി ഐ 1 ആവുമ്പോ സെയിം ആണ്. 2 into 1 plus 1 3 കിട്ടും. 3 സ്പിൻ സ്റ്റേറ്റ് വരും. കണ്ടോ? പക്ഷെ ഇത് ഈക്വൽ ആണോ? പ്ലസ് ഹാഫും മൈനസ് ഹാഫും ഈക്വൽ ആണ് അല്ലെ. സിംബലിന് മാത്രമേ മാറ്റമുള്ളൂ, പ്ലസിനും മൈനസിനും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു 0 ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ. 3 സ്റ്റേറ്റും ഈക്വൽ അല്ല. അപ്പൊ ഇവിടെ നമുക്ക് പെർഫെക്റ്റ് NMR കിട്ടില്ല. ബിക്കോസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പിൻ ഈസ് നോട്ട് ഈക്വൽ. ക്ലിയർ ആണോ? അപ്പൊ ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയുന്നത് ഒന്ന് സെയിം ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിലോ 2 ഓപ്പോസിറ്റിലോ വരാം. അതായത് നമ്മൾ ഇവിടുന്ന് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുവാണ്. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു ഹാഫ് എന്തുകൊണ്ടെന്ന് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോ B0 കൊടുക്കുന്ന സമയത്ത് സ്പിൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ വരാം, ചിലപ്പോ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വരാനായിട്ട്
സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് B0. അപ്പോ നോക്കിയേ, അലൈൻഡ് ഓറിയന്റേഷൻ ആണ് പ്ലസ് ഹാഫില്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലാണ് ഇവിടുത്തെ സ്പിന്ന്. അതാണ് പ്ലസ് ഹാഫ്. മൈനസ് ഹാഫിൽ നേരെ ഓപ്പോസിറ്റ് ആണ്, കണ്ടോ, നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻ കേസ് ഓഫ് ബി വൈ, അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് മൈനസ് ഹാഫില് വരുന്നത്. ഇനി നമുക്ക് ഇൻസ്ട്രുമെന്റേഷനിലേക്കാണ് നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി I ഹാഫ് ആവേണ്ടത് എന്തുകൊണ്ടാണെന്നും രണ്ട് സ്പിൻ സ്റ്റേറ്റുകൾ മനസ്സിലായി, എക്സൈറ്റഡ് സ്റ്റേറ്റും ഗ്രൗണ്ട് സ്റ്റേറ്റും മനസ്സിലായി. ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയി കാണൂല്ലോ എന്തുകൊണ്ട് I ഹാഫ് ആവണം, എന്താണ് മാഗ്നറ്റിക് മൊമെന്റ് നമ്പർ എന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടി മാത്രം. ആദ്യം പഠിച്ച പ്രിൻസിപ്പിൾ സെയിം ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഇതാ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു മാഗ്നറ്റ് ഉണ്ട്, പെർമനന്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ഉണ്ട്. ഇതിന് നടുക്കോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സാമ്പിൾ വെക്കുന്നു. ആൻഡ് നമുക്ക് ഇവിടെ റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റർ ഉണ്ട്. നമ്മൾ ഈ റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റർ വെച്ചിട്ട് റേഡിയോ വേവ്സിനെ കൊടുക്കുന്നു. അപ്പൊ സാമ്പിൾ എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു, റേഡിയോ വേവ്സ് കൊടുത്തു. സാമ്പിളിലെ അല്ലെ ആറ്റംസ് എന്ത് ചെയ്തു, എക്സൈറ്റഡ് ആയി. ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ they will release energy and that energy will be detected by our detector. ആൻഡ് ഈ ഡിറ്റക്ടർ അല്ലെ ആ സിഗ്നലിനെ എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് പീക്ക് കിട്ടും. ആൻഡ് വി ക്യാൻ കമ്പയർ ഇറ്റ് വിത്ത് നോൺ പീക്ക് ഓഫ് അല്ലെ റെഫറൻസ് സാമ്പിൾ. നമുക്ക് അങ്ങനെ അവിടുന്ന് റിസൾട്ട് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ സാമ്പിളിനെ പ്രോട്ടോൺ ലാക്കിംഗ് ആയിട്ടുള്ള ഒരു സോൾവെന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, സാമ്പിളിനെ ഡിസോൾവ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സാമ്പിൾ പ്രോബിനകത്താണ് വെക്കുന്നത്. NMR ട്യൂബ് ഉണ്ട്, അതിനകത്തേക്ക് നമ്മൾ ഈ ഡിസോൾവ് ചെയ്ത സാമ്പിളിനെ ഒഴിച്ച് ഈ സാമ്പിൾ പ്രോബിനകത്തേക്ക് നമ്മൾ വെക്കുന്നു. ഇത് മാഗ്നറ്റിക് അല്ലെ രണ്ട് മാഗ്നറ്റിന്റെ രണ്ട് പോളിന്റെ നടുക്കാണ്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പെർമനന്റ് ആയിട്ടുള്ള ലാർജ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷനുകളോട് വളരെ എളുപ്പമാണ് NMR. ഓക്കെ, മനസ്സിലായോ? ആപ്ലിക്കേഷൻ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു പ്യൂരിറ്റി ചെക്ക് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഒരു പ്ലാന്റ് എക്സ്ട്രാക്ട് ഉണ്ടെങ്കിൽ അതിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യുക. പ്ലാന്റ് എക്സ്ട്രാക്ടിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ പറ്റില്ല. പ്ലാന്റ് എക്സ്ട്രാക്ടിനകത്ത് നിന്ന് നമുക്ക് ഒരു മോളിക്യൂളിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. എന്തുമാ, അതായത് നമ്മുടെ പ്ലാന്റ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിനെ നമ്മൾ അരച്ച് കലക്കി ഉണ്ടാക്കിയേക്കുന്ന ഒരു മിശ്രിതമാണ്. അതിനകത്ത് ഒത്തിരി മോളിക്യൂൾസ് കാണും. നമുക്ക് അതിനെ പല സ്റ്റെപ്പ് വഴി പ്യൂരിഫൈ ചെയ്യാം, ഡിസ്റ്റിലേഷൻ ഒക്കെ ചെയ്ത് പ്യൂരിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ട ഒരു മോളിക്യൂൾ നമുക്കറിയാലോ. അപ്പൊ ആ മോളിക്യൂൾ ആകുന്നവരെ നമുക്ക് ചെക്ക് ചെയ്യണം, പ്യൂരിഫൈ ആയോ, നമ്മുടെ മോളിക്യൂൾ മാത്രമേ ഉള്ളോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സോ ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് NMR. മനസ്സിലായോ? ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അല്ലെ, നമ്മുടെ സാമ്പിളിൽ എന്ത് മാത്രം ക്വാണ്ടിറ്റി ഇന്ന സാധനം ഉണ്ട് എന്നറിയാൻ സാധിക്കും. പിന്നെ അൺനോൺ ഡിറ്റക്ഷൻ സാധിക്കും അല്ലെ, നമുക്കറിയാൻ വയ്യാത്ത ഒരു കോമ്പൗണ്ടിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ റെഫറൻസ് പീക്ക് വെച്ചിട്ട് അല്ലെ മാച്ചിങ് ലൈബ്രറീസ് ഉണ്ടാവും. ആ ലൈബ്രറിയിലെ പീക്കുമായിട്ട് കമ്പയർ ചെയ്യാം. അവിടെ പീക്ക് കിട്ടി നമുക്ക് മനസ്സിലാക്കാം അവർ ബോണ്ട് CO ബോണ്ട് അല്ലെങ്കിൽ H ബോണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അൺനോൺ സാമ്പിളിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ഓരോ സാമ്പിളിന്റെ കൺഫർമേഷൻസ് ഉണ്ടല്ലോ, സാമ്പിളിന്റെ സിസ് ട്രാൻസ് അങ്ങനെ കൺഫർമേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ചിലതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി പഠിക്കാനും, മോളിക്കുലാർ ലെവൽ കൺഫർമേഷണൽ ചേഞ്ചസ്, ഫേസ് ചേഞ്ച്, ഡിഫ്യൂഷൻ, ഇതൊക്കെ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഈ പറയുന്ന NMR വെച്ച് പഠിക്കാൻ സാധിക്കും. ഇനി ഇവിടെ ന്യൂക്ലിയർ മാഗ്നറ്റിക് സ്പെക്ട്രത്തില് അല്ലെങ്കിൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസില് വാട്ട് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്? മാസ് എന്തോരമുണ്ട്, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിന്റെ സ്ട്രക്ചറൽ ഇൻഫർമേഷൻ, കെമിക്കൽ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഇത് ചോദ്യമാണ് കേട്ടോ, ചോദ്യത്തിന് ആൻസർ ചെയ്യണം. കാരണം നമ്മുടെ സ്പെക്ട്രോസ്കോപ്പി തീർന്നു. ആ ഒന്നാമത്തെ ചോദ്യമാണ് വാട്ട് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി പ്രൊവൈഡ് അല്ലെ? മാസ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സ്ട്രക്ചറൽ ആൻഡ് കെമിക്കൽ ഇൻഫർമേഷൻ, ഇൻഫ്രാറെഡ് അബ്സോർപ്ഷൻ. ഉറപ്പായിട്ട് നമുക്ക് ഏത് വെട്ടിക്കളയാം? ഇൻഫ്രാറെഡ് അബ്സോർപ്ഷൻ വെട്ടിക്കളയാം അല്ലെ? ഇൻഫ്രാറെഡ് അബ്സോർപ്ഷൻ വെട്ടിക്കളയാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെട്ടിക്കളയാം, മാസ് വെട്ടിക്കളയാം. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ പറ്റും, കെമിക്കൽ ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? അടുത്തത്, which of the following statement about the UV visible spectroscopy is incorrect? It involves the absorption of UV visible light. It is commonly used for analysis of non-colored compound. It incorrect ആണ് ചോദിച്ചേക്കുന്നത്. It provides information about electronic transition in molecule. It measures the emission of light by a sample.
ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? വേഗം വേഗം ആൻസർ ചെയ്യൂ. ഇലക്ട്രോണിക് ട്രാൻസിഷനെ പറ്റിയിട്ടൊന്നും പറയാനായിട്ട് പറ്റില്ല അല്ലെ? ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ഈസ് ഇൻകറക്റ്റ്? It measures the absorption of infrared radiation by sample. It's particularly useful for studying molecular vibration. It commonly used for studying electronic transitions. It provides information about the functional groups in compound. Electronic transition പറ്റുമോ? പറ്റില്ല. അപ്പൊ അതാണ് അവിടുത്തെ ആൻസർ. ഇലക്ട്രോണിക് ട്രാൻസിഷൻ നമുക്ക് പറ്റില്ല. Then next one, which of the following statement about Raman spectroscopy is correct? Incorrect. Okay, incorrect ആണ്. It measures scattering of monochromatic light by sample. Correct ആണോ? പഠിച്ചതാണ്. Yes. It provides information about molecular vibration. Correct ആണോ? Then it is sensitive to changes in dipole moment. പ്രത്യേകം നമ്മൾ പറഞ്ഞതാണ് അല്ലെ? It is polarizability ഒക്കെയാണ്, നോട്ട് ഡൈപോൾ മൊമെന്റ്. ക്ലാസ് ഒന്നുകൂടെ കേട്ട് നോക്കുക. ചെയ്യാൻ പറ്റാത്തവര് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ആ സി ഓപ്ഷൻ തെറ്റാണ്. ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ഡൈപോൾ ചേഞ്ച് അല്ല, പോളറൈസബിലിറ്റി ആണ്. ഓക്കെ, കണ്ടോ? രാമൻ സ്പെക്ട്രോസ്കോപ്പി ഈസ് ബേസ്ഡ് ഓൺ ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആൻഡ് സെൻസിറ്റീവ് ടു ദ ചേഞ്ചസ് ഇൻ പോളറൈസബിലിറ്റി. അതായത് ഇലക്ട്രോൺ ഷിഫ്റ്റുമായിട്ട് സെൻസിറ്റീവ് ആണ്, നോട്ട് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് എന്ന് വെച്ചാൽ ചാർജ് സെപ്പറേഷൻ ആണ്, അതുമായിട്ട് സെൻസിറ്റീവ് അല്ല. ഓക്കെ, അപ്പൊ പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഇനിയും ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ഐഡിയ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്ത ടെക്നിക്കുമായിട്ട് കാണാം. താങ്ക് യു.